Hello everyone, welcome to CS Learning Hub. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡബ്ലി ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഉള്ള ഒരു ലിങ്ക് ലിസ്റ്റിലോട്ട് ഡബ്ലി ലിങ്ക് ലിസ്റ്റിലോട്ട് എങ്ങനെയാണ് നമ്മളൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിംഗിൾ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും, ലിങ്ക് ലിസ്റ്റിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു സെർട്ടൺ പൊസിഷൻ തന്നിട്ട് നമുക്ക് ആ പൊസിഷനിലോട്ടും ഒരു ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗിനിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഹെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ചെയ്തിട്ടുണ്ട് ആ നോഡിലൂടെ. ദെൻ ഇതാണ് നമ്മുടെ ന്യൂ നോഡ്, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് ഇതാണ്. ന്യൂ നോഡിൻ്റെ പ്രീവിയസ് അഡ്രസ്സും നെക്സ്റ്റ് അഡ്രസ്സും ഇനീഷ്യലി നള്ളാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡാറ്റ ഉണ്ട് 34. അപ്പോൾ ഇങ്ങനെ ഒരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ നോഡിനെ നമ്മൾ ഈ ഒരു ലിങ്ക് ലിസ്റ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ദെൻ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ടെമ്പ് എന്ന് പറഞ്ഞൊരു പോയിന്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പോയിന്റ് ചെയ്യുന്നത് ഈ ന്യൂ നോഡിലോട്ടാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് പോയിന്റർ വേരിയബിൾസ് ആണ് ഇവിടെ ഉള്ളത്, ഹെഡും ടെമ്പും. ഹെഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോഡിലോട്ട് പോയിന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടെമ്പ് എന്ന് പറയുമ്പോൾ ന്യൂ നോഡിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോഡ് ഇവിടെ നമ്മൾ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക? ഒന്ന്, ഇതിൻ്റെ നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത്, ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ നോഡായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു നോഡിൻ്റെ പ്രീവിയസ് അഡ്രസ്സ് എന്ന് പറഞ്ഞത് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കണം, അതായത് 2000 ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നൾ മാറിയിട്ട് 1000 ആയിട്ട് സെറ്റ് ചെയ്യണം നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീവിയസ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2000 ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോഡ്. ഇവിടെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഇവിടെ രണ്ട് പോയിൻ്റർ വേരിയബിൾ ഉണ്ട്, ഹെഡിൻ്റെ വാല്യൂ ഇനീഷ്യലി നള്ളാണ്. ദെൻ എക്സ്ട്രാ ഒരു വേരിയബിൾ ഉണ്ട് PTR, അത് ട്രാവേഴ്സിങ് പർപ്പസിനാണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. എന്ത് ഫംഗ്ഷനാണ്? ആഡ് ടു എംപ്റ്റി. അതൊരു നോഡിനെ നമ്മളൊരു ലിങ്ക് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് വാല്യൂസ് ആണ് പാസ് ചെയ്തേക്കുന്നത്, ഹെഡ് ആൻഡ് പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റ, അതായത് 45. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൺട്രോള് ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് മൂവ് ചെയ്യും. സ്ട്രക്ട് നോഡ് സ്റ്റാർട്ട് ടെമ്പ് മെലോക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയുമ്പോൾ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ആവും. ദെൻ അതിൻ്റെ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത് എവിടെയാണ്? ടെമ്പിൽ. ഓക്കെ, ദെൻ ടെമ്പിൻ്റെ പ്രീവിയസ് അഡ്രസ്സ് നള്ളാക്കി സെറ്റ് ചെയ്തു. ടെമ്പിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞത് നമ്മൾ 45 ആണ്. ഇവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തത് എത്രയാണ്? 45 ആയിരുന്നു. അപ്പോൾ ഈ 45 ഇവിടെ എടുക്കും. ദെൻ ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാക്കി സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഹെഡ് ഈക്വൽ ടു ടെമ്പ്. അപ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റിലോട്ട് ആ നോഡിന് നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. അപ്പോൾ ഹെഡ് പോയിന്ററിൻ്റെ വാല്യൂ എന്താക്കണം? ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു നോഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഹെഡ് ഈക്വൽ ടു ടെമ്പ്, അതായത് ഹെഡ് ഇപ്പോൾ പോയിന്റ് എന്ന് എവിടേക്ക് ആയിരിക്കും? ഫസ്റ്റ് നോഡിലോട്ടായിരിക്കും. അപ്പോൾ ഹെഡ് പോയിന്റർ ഇവിടെ സെറ്റ് ചെയ്തു, 1000 ആണ് ഹെഡിൻ്റെ പോയിന്റർ വേരിയബിൾ. ദെൻ ഹെഡിനെ ഇവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ഹെഡ് പോയിന്റ് ചെയ്യുന്നത് ഇപ്പോൾ ആ നോഡിലോട്ടാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ലിങ്ക് ലിസ്റ്റിലോട്ട് നമ്മൾ ബിഗിനിങ്ങിൽ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യാണ്. അതിനുള്ള ഫംഗ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്, ആഡ് അറ്റ് ബിഗിനിങ്. ഇവിടെയും രണ്ട് ആർഗ്യുമെൻറ്റ്സ് ആണ് പാസ് ചെയ്തേക്കുന്നത്, ഹെഡ് പോയിന്ററും ദെൻ പാസ് ചെയ്യുന്ന ഡാറ്റയും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇവിടെ ആഡ് അറ്റ് ബിഗിനിങ്ങിൽ നമുക്ക് കാണാം ഇതുപോലെ തന്നെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നോഡിൻ്റെ പ്രീവിയസ് അഡ്രസ്സ് നള്ളാക്കി സെറ്റ് ചെയ്തു. ദെൻ ഡാറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ 34 ആണ് പാസ് ചെയ്തത്, അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് 34 ആക്കി സെറ്റ് ചെയ്തു. ദെൻ ടെമ്പ് നെക്സ്റ്റ് നള്ളാക്കി സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. ആ നോഡിനെ പോയിന്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് ടെമ്പ്. അപ്പോൾ ടെമ്പിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ എത്രയായിരിക്കും? ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും, അതായത് 2000. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണം? ഇനി നമ്മൾ ഈ നോഡിനെ ഈ ഒരു ലിങ്ക് ലിസ്റ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ബിഗിനിങ്ങിലാണ് നമ്മൾ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ, ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ്. അപ്പോൾ ഹെഡ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് എവിടേക്കാ? 1000ലോട്ടാണ്. ടെമ്പ് പോയിന്റ് ചെയ്യുന്നത് 2000ലോട്ടാണ്. അപ്പോൾ ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു ഹെഡ് ആക്കി സെറ്റ് ചെയ്യും. ടെമ്പിൻ്റെ നെക്സ്റ്റ് ഇപ്പോൾ എന്താണ്? ഇനീഷ്യലി നള്ളായിരുന്നു, അത് മാറിയിട്ട് 1000 ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ദെൻ ഹെഡ് പ്രിവ് ഈക്വൽ ടു ടെമ്പ്. ഹെഡിൻ്റെ പ്രിവ് എന്ന് പറഞ്ഞത് ഏതാണ്? ഇവിടെയാണ് അല്ലേ. അത് എന്താക്കി സെറ്റ് ചെയ്യുന്നു? ടെമ്പ് പോയിന്റ് ചെയ്യുന്നത് 2000 ന്യൂ നോഡിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. ദെൻ ഹെഡ് ഈക്വൽ ടു ടെമ്പ്.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇനി ഹെഡ് പോയിന്റ് ചെയ്യുന്ന എവിടോട്ടായിരിക്കണം? ഹെഡ് എവിടേക്കാണോ പോയിന്റ് ചെയ്യുന്നത്? ഹെഡ് എപ്പോഴും ഫസ്റ്റ് നോഡിലോട്ടാണ് പോയിന്റ് ചെയ്യുക. ഹെഡ് ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് നോഡിലോട്ടാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഹെഡ് ഈക്വൽ ടു ടെംപ് എന്ന് പറയുമ്പോൾ ഈ ഹെഡ് പോയിന്റർ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് നോഡിലോട്ട് പോയിന്റ് ചെയ്യും. ദെൻ റിട്ടേൺ ഹെഡ്, നമ്മൾ ഹെഡിന് നമ്മൾ റിട്ടേൺ ചെയ്തു, ജസ്റ്റ് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 2 നോട്ട്സ് ഉള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇത് PTR ഈക്വൽ ടു ഹെഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹെഡ് എവിടെയാണ് റിട്ടേൺ ചെയ്യുന്നത്? 2000 ആണ് ഹെഡ് റിട്ടേൺ ചെയ്തത് അല്ലേ. ദെൻ ഡാറ്റനെ, അതായത് ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള ഡാറ്റനെ പ്രിൻറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് കാണിച്ചിരിക്കുന്നത്. വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്